എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, അങ്ങയുടെ സ്ലീഹായ്ക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവിന് ഇപ്പോൾ സുഖമാണോ? പ്രായശ്ചിത്തം ചെയ്ത് തന്നെ അധികമായി പീഡിപ്പിക്കല്ലേ, സുഖക്കേട് വർദ്ധിപ്പിക്കല്ലേ എന്ന് അപേക്ഷിക്കുന്നു. കിടപ്പായാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. മകളോട് പറഞ്ഞു തരുന്ന ഗുണദോഷം സ്നേഹ അപ്പനെയും ഓർമ്മിപ്പിക്കുന്നു. അധികം പ്രായശ്ചിത്തവും ഉറക്കവും കളഞ്ഞുള്ള അധ്വാനം വേണ്ട, എല്ലാം കുറച്ച് നല്ലതാണ്. പിതാവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയും പകലും കുറേയധികം അട്ടഹാസവും വഴക്കും വാതിലിൽ ഇടിക്കലും ദൂഷണം പറച്ചിലും ഉണ്ടായിരുന്നു. എനിക്ക് വലിയ ദുഃഖമായി. വാതിലിന്മേൽ ശക്തിയായി ഇടിച്ചിരുന്നത് നിർത്തുവാൻ പരിശുദ്ധ അമ്മ തന്നെ സഹായിക്കട്ടെ എന്ന് ഉറച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ രൂപം വാതിലിൽ ഒട്ടിച്ചു. പിന്നെ വാതിലിൽ തൊട്ടില്ല. അതോടെ അധികം അരിശം കൊണ്ട് അലർച്ചയോടെ, ഞങ്ങളുടെ ശത്രുവായ മറിയത്തെ നീ വാതിലിന്മേൽ ആണിയായി തറച്ചിരിക്കുന്നു. ആ ദുഷ്ടത്തെ ഞങ്ങൾക്ക് വാതിലിൽ തൊടുവാൻ കൂടെ സാധിക്കാതാക്കിയല്ലോ. പിന്നെ പല ദൂഷണങ്ങളും പറഞ്ഞുകൊണ്ട് വരാന്തയിലും ജനാലയിലും വളരെ നേരം നിന്ന് തിരിച്ചുപോയി. ശേഷം കാണുമ്പോൾ അറിയിക്കാമെന്ന് വെച്ച് നിർത്തുന്നു. പിതാവേ, ഏതുവിധമെങ്കിലും എൻ്റെ ശുദ്ധീകരണ സ്ഥലം ഇവിടെ വെച്ച് തന്നെ തീർത്തു തരണമെന്ന് സ്നേഹപിതാവ് കൂടെ അമലോത്ഭവ അമ്മയോടും സ്നേഹരക്ഷിതാവിനോടും പ്രാർത്ഥിക്കണമേ. ഈശോയുടെ 5 തിരുമുറിവുകളെക്കുറിച്ച് 5 പുണ്യങ്ങൾ വാങ്ങിത്തരണമേ. എളിമ, മനസ്താപം, ക്ഷമ, ദൈവസ്നേഹം, പീഡകൾ പലതരത്തിലുള്ളത് എന്നിവ. ഇവിടെ ശുദ്ധീകരണം തീർക്കുന്നതിനുള്ള മനോഗുണവും സാധിക്കുന്നിടത്തോളം ആരും അറിയാത്ത സഹനങ്ങളും അപേക്ഷിച്ച് മേടിച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, രഹസ്യം കാക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ 50 നോമ്പിൻ്റെ 6 വെള്ളിയാഴ്ചയും ഇവിടെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കിട്ടുന്നതിന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. സ്നേഹപിതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മതി. അവിടുന്ന് വളരെ പീഡകൾ അനുഭവിക്കുന്ന സമയം ഇതുതന്നെയല്ലേ? സാധിക്കുമെങ്കിൽ ഇത് അനുഗ്രഹമായി ചെയ്തു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൂടാതെ ധ്യാനത്തിൻ്റെ കാര്യം അല്പം മാറ്റണമെന്ന് പിതാവ് പറഞ്ഞല്ലോ. പിതാവേ, ഞങ്ങൾക്ക് ധ്യാനം കുറച്ചു നേരം മാത്രമേയുള്ളൂ. ധ്യാനം കൊണ്ട് ആത്മാവിന് വളരെ ഉപകാരമുണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ സ്വാഭാവിക ക്ഷീണവും മറ്റും വരുന്നതാകുന്നു. അത് സാരമില്ല എന്ന് തോന്നുന്നു. അതിനാൽ ധ്യാന സമയം കുറച്ച് കളയല്ലേ എന്ന് ഓർമ്മിക്കുന്നു. ഓർമ്മിപ്പിക്കുന്നു, അപേക്ഷിക്കുന്നു. എനിക്ക് കൂടുതലായി ആസക്തികളെ നിഗ്രഹിക്കുന്നതിനും അതിനെ നേരിടുന്നതിനും പോംവഴികൾ കുറച്ചെങ്കിലും കണ്ടുപിടിക്കുന്നത് ധ്യാന സമയത്താകുന്നു. ശക്തിയായ നല്ല വിചാരങ്ങൾ കിട്ടിയിരുന്നതും നല്ല പ്രതിജ്ഞകൾ എടുത്തിരുന്നതും ഈ ഭാഗ്യപ്പെട്ട ഏകാന്ത നേരത്താകുന്നു. എങ്കിലും സ്നേഹപിതാവ് കൽപ്പിക്കുന്നത് പോലെ മാത്രം ചെയ്യുന്നതിന് ഒരുങ്ങിയിരിക്കുന്നു. ധ്യാനം ശരിയായി ചെയ്യാത്ത ദിവസം ഒന്നും ചെയ്യാത്തതുപോലെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം രഹസ്യം കാക്കണമേ. ഒന്ന് കുമ്പസാരിക്കാൻ ഇടവരുത്തണമേ. മറുപടി തരികയില്ലെന്ന് വെച്ചു അല്ലേ പിതാവേ? എനിക്ക് യോഗ്യതയില്ല. അങ്ങയുടെ ഗുണദോഷവും ആത്മപിതാവിനടുത്തതും സ്ലേഹായ്ക്കടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവപ്രാസ്യ. ബഹുമാനപ്പെട്ട പളങ്കനച്ഛൻ്റെ സുഖക്കേടുകൾ വല്ല അറിവുമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവ് സുഖമുണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് വരണമെന്നും കാണാൻ ഇടവരുത്തണമെന്നും താഴ്മയോടെ അപേക്ഷിക്കുന്നു. ക്ഷമ, ധൈര്യം എന്നിവ വാങ്ങിത്തരണമേ.